കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ മുന്നണികൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസ് നയിക്കുന്ന UDFന് 2026 തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പിന്നീട് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് കേരളത്തിലുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തലുകൾ. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് കോൺഗ്രസിന് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന വോട്ട് ശതമാനം BJPക്ക് ഒരാശ്വാസം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിഞ്ഞതും BJPക്ക് ഊർജം നൽകുന്നുണ്ട്. എന്നിരുന്നാലും തുടർച്ചയായി 3ാമതും ഭരണത്തിലെത്താനുള്ള ശ്രമത്തിലാണ് LDF. അതിനാൽ തന്നെ ഭരണത്തിൽ ഹാട്രിക് ഉറപ്പിക്കാൻ 2 ടേം പൂർത്തിയാക്കിയ MLAമാരിൽ പലർക്കും CPM ഇളവ് നൽകും. ജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കുവാനാണ് CPMന്റെ തീരുമാനം. ജനപിന്തുണയുടെ മികവിൽ ജയിച്ചു കയറിയവരെ മാറ്റുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും മത്സര ഇളവ് നൽകും. ക്യാപ്റ്റനെ മാറ്റുന്നത് സാധ്യതകൾ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് മന്ത്രി V ശിവൻകുട്ടി സ്വയം പിന്മാറിയില്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കും. ആരോഗ്യ കാരണങ്ങളാൽ ശിവൻകുട്ടി മാറി നിന്നാൽ അടുത്ത ബന്ധുവിനെ പരിഗണിക്കും. മേയർ ആര്യ രാജേന്ദ്രനും CPM പട്ടികയിലുണ്ട്. സമാനമായി കഴക്കൂട്ടത്തും ഹാട്രിക് നേടി ജയിച്ചു കയറാൻ കടകംപള്ളി സുരേന്ദ്രനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയേക്കും. BJPയുടെ വെല്ലുവിളി ശക്തമായ മണ്ഡലങ്ങളിലെല്ലാം ഇത്തരം തീരുമാനങ്ങളിലേക്ക് CPM കടക്കും. ഉറച്ച പാർട്ടി കോട്ടകളിൽ മാത്രമാകും 2 ടേം വ്യവസ്ഥ പാലിക്കുക. പരമാവധി സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. പൊതുസമ്മതർക്കും പാർട്ടി ചിഹ്നം നൽകി പരമാവധി വോട്ടുകൾ നേടാനാണ് നീക്കം. വീണ്ടും മത്സരിപ്പിക്കേണ്ട MLAമാരുടെ പട്ടിക ഉടൻ CPM തയ്യാറാക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.